praise you, my Father. Thank you, Jesus. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. ഈ മഹായോഗത്തിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്ക് അവസരമൊരുക്കിയ ഈ കൺവെൻഷന്റെ ഭാരവാഹികളോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാനിവിടെ പരസ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഈ മഹായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും ദൈവവചനം പഠിക്കുന്ന സഹോദരങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനം അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സാന്നിധ്യവും ആണ് ഈ യോഗത്തിന്റെ വിജയം. ഇവിടെ നടന്ന യോഗങ്ങളുടെ CD പിന്നീട് കാണുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥതയും പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ ആ CD-യിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും അത്രയും കാണാൻ കഴിയുന്നില്ല. ചിലയിടത്തൊക്കെ ഉറങ്ങുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വളരെ ഉത്സാഹത്തോടുകൂടെ എല്ലാവരും വചനം കേൾക്കുകയും ആരാധിക്കുകയും കണ്ണുനീരോടെ ദൈവ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ച് കാണുകയുണ്ടായി. വീണ്ടും വീണ്ടും ചൈതന്യം വരുവാൻ ആ CD-കൾ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഈ ഉത്സാഹം അവസാനത്തോളം ഒരുപോലെ കാണിക്കുവാൻ ഇടയായാൽ നല്ലതാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം എന്നാണല്ലോ പ്രമാണം. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് മറ്റൊരിടത്ത് നാം വായിക്കുന്നു. ആരംഭത്തിൽ ഉത്സാഹമുള്ളവർ ഇടക്കാലം കൊണ്ട് ഉത്സാഹം കുറയുകയും ഒടുവിൽ ഉത്സാഹം തീരെ ഇല്ലാതെയാകുകയും ചെയ്യുന്നത് ആത്മീയഗോളത്തിൽ ഒരു ദുരന്തം ആണ്. ഈ ആരംഭ ഉത്സാഹം അവസാനത്തോളം കാണിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. അതിന് തടസ്സമായി വരുന്ന മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാലും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വലിച്ചെറിഞ്ഞിട്ട് അവസാനത്തോളം ഒരുപോലെ ഓടുവാൻ, ഉത്സാഹം കാണിക്കുവാൻ മഹാദൈവം നമുക്കേവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. എൻ്റെ സ്നേഹിതൻ ബഹുമാന്യനായ ഡോക്ടർ ജോൺസൺ ദാനിയേൽ തൻ്റെ കുടുംബം അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നു. ഞാൻ അവിടെ പോയി അവരുടെ വീട് സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ലഭിക്കാവുന്ന സൗകര്യങ്ങൾ ഒന്നും അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇവിടെ നമ്മളൊക്കെ താമസിക്കുന്നതിനേക്കാൾ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് ലഭിക്കുന്ന നന്മകളെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതിനാൽ എനിക്ക് അവരോടുള്ള ബഹുമാനം ഇരട്ടി ആകുകയുണ്ടായി. ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല എങ്കിലും അതിൽ മതിമറന്ന് അതാണ് അനുഗ്രഹം, അത് മുഴുവനും തന്നെത്താൻ അനുഭവിക്കാനുള്ളതാണ് എന്ന തെറ്റായ ഒരു ധാരണ ചിലരുടെ എല്ലാം മനസ്സിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ നാം പുറത്താക്കി അതിനെ ജയിച്ച് ഇവിടുത്തെ ജീവിതം ഒരു നിസ്സാരമാണെന്നും ഇത് ടെമ്പററി ആണെന്നും തിരിച്ചറിഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ഓടുവാൻ നമുക്കെല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ. ഇവിടെ എല്ലാ പ്രാവശ്യവും പാടുന്നത് ഒരേ ടീമാണ്. അതും ഒരു പ്രത്യേകതയാണ്.
അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ സാംസൺ, വളരെ അവരെ ടീം എല്ലാവരും ആത്മീയരും ആരാധിക്കുന്നതിൽ സമർത്ഥരുമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അവരുമായിട്ടുള്ള കൂട്ടായ്മ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺസൺ തന്നെ പരിചയപ്പെടുത്താൻ പുറകോട്ട് തിരിഞ്ഞു നിന്നാണ് അത് ചെയ്തത്. അപ്പോൾ ഞാനും കൂടി അതിന് ഒരുങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ 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 ബഹുമാനിക്കുന്ന EM സക്രിയാച്ചായൻ ഇന്ന് യോഗത്തിലുണ്ട്. ഒരായുസ് മുഴുവനും വടക്കേ ഇന്ത്യയിൽ കഠിന ചൂടും കഠിന തണുപ്പും സഹിച്ച് യൗവനകാലം മുഴുവനും സഭകൾ സ്ഥാപിച്ച അനുഗ്രഹീതനായ ഈ ദൈവദാസന്റെ കൂടെ പലപ്പോഴും താമസിച്ച് അവിടുത്തെ യോഗങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുള്ള നല്ല ദിനങ്ങളെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ജോയ് ജോസഫിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവർക്കുമായിട്ട് സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവേ, ഈ യാചന അവിടുന്ന് സ്വീകരിക്കണമേ. കുറവുകൾ ഓർക്കരുതേ. ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങളുടെ പരിചയം, ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ മുൻവിധി, അറിയാമെന്നുള്ള ഞങ്ങളുടെ ഭാവം ഒക്കെയും മനഃപൂർവ്വമായി പൊറുക്കണമേ. ഇന്ന് രാത്രി ഒന്നും അറിയാത്തവനെ പോലെ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊന്നും കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പ്രയോജനമില്ലല്ലോ. ഇന്ന് ദൈവം എന്തെങ്കിലും ഞങ്ങളോട് കരുണ കാണിച്ച് ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ചലനം, ഒരു പുതിയ നിറവ്, ഒരു പുതിയ അനുഭവം എല്ലാവർക്കും നൽകണമേ. ഈ സ്റ്റേജിൽ, ഈ പന്തലിൽ, ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്ന ഒരാൾ പോലും വന്നതുപോലെ തിരിച്ചു പോകാൻ അനുവദിക്കരുതേ. കർത്താവിനെ തൊട്ടവരായി, കർത്താവ് തൊട്ടവരായി, അഭിഷേകം പ്രാപിച്ചവരായി, വചനത്താൽ നുറുക്കപ്പെട്ടവരായി, വചനത്താൽ പണിയപ്പെട്ടവരായി, കണ്ണ് തുറക്കപ്പെട്ടവരായി, ജീവൻ പ്രാപിച്ചവരായി, സൗഖ്യം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി.
യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പലതുകൊണ്ടും പ്രസിദ്ധമായ ഒരു വേദഭാഗമാണ് ഇത്. ആത്മീയമായി അനുഭവമില്ലാത്ത ആളുകൾക്ക് പോലും ഈ വേദഭാഗവും ഇതുപോലെ ചില വേദഭാഗങ്ങളും അറിയാം. എന്നാൽ അവരത് അറിയേണ്ട പോലെയല്ല അറിഞ്ഞു വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇവിടെ കൊണ്ട് നിർത്തിയ സ്ത്രീ മഗ്ദലക്കാരത്തി മറിയാണെന്നൊക്കെ വലിയ അറിവുള്ള ആളുകൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. മഗ്ദല മറിയം എന്നൊരു കവിത തന്നെ വലിയ പ്രസിദ്ധമായി മലയാള സാഹിത്യത്തിൽ സ്ഥാനം പിടിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഉണ്ടായിരുന്നു. ഒറ്റ നാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെയാണ്. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നു. അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നൊക്കെ പറഞ്ഞുള്ള കവിത വളരെ മനോഹരമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നയാള് ആ പുള്ളിക്കാരത്തിയാകാൻ സാധ്യത വളരെ കുറവാണ്. അതിന് വേദവസ്തുവുമായിട്ട് പരിചയമുണ്ടെങ്കിൽ ആ കാര്യം മനസ്സിലാവുകയുള്ളൂ. മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 7 ഭൂതം ബാധിച്ച ആളാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനെയൊരു കേസിൽ പിടിക്കാൻ പ്രയാസം. ക്ഷമിക്കണം. അപ്പോ ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയേണ്ട പോലെയല്ല അറിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഒരു തിരുത്തൽ പൊതുലോകത്തോട് പറയട്ടെ. ഇത് അനേക ആയിരങ്ങൾ കേൾക്കുന്നൊരു സന്ദേശമാണല്ലോ. വേദപുസ്തകത്തെ കുറിച്ച് ഒന്നും ഊഹിക്കരുത്, ഗ്രഹിക്കണം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ അറിയാമെന്ന് ധരിക്കുകയും ചെയ്യും, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ രാജ്യത്ത് മറ്റൊരു വലിയ പണ്ഡിതൻ, പേര് പറയുന്നത് മോശമല്ലേ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, ഞാനുമൊക്കെ ബഹുമാനിക്കുന്ന വലിയൊരു പണ്ഡിതൻ യേശു കർത്താവിനെ ജീവചരിത്രം എഴുതി. അദ്ദേഹം എഴുതി വന്നപ്പോൾ അബിയാക്കൂർ എന്ന സ്ഥലത്ത് സക്കരിയാവ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ അങ്ങനെ തോന്നും, ചെറുവക്കലിൽ, പെരുമ്പാവൂരിൽ എന്നൊക്കെ പറയുന്ന പോലെ അബിയാക്കൂറിൽ എന്നാണ് ലൂക്കോസ് 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് വേദപുസ്തക പഠനമുണ്ടോ അവർക്കറിയാം, അബിയാക്കൂർ ഒരു സ്ഥലമല്ല, അതൊരു കൂറാണ്, അഥവാ അതൊരു ക്രമമാണ്. ഇതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കി അത് അടിച്ചുവിടുന്ന ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ ആകരുത്. കാര്യം ഗ്രഹിക്കണം. അവനവന്റെ വിശ്വാസം അവനവനെ പൊറപ്പിക്കും എന്ന വാക്യം ബൈബിളിൽ ഇല്ല. ഇപ്പോഴും അതില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരെങ്ങനെയോ അത് ഗ്രഹിച്ചു, പക്ഷെ ബൈബിൾ അവർ വായിച്ചിട്ടില്ല. താൻ പാതി ദൈവം പാതി എന്നൊരു വാക്യം ബൈബിളിലില്ല. പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അങ്ങനെയല്ലേ യേശു പറഞ്ഞെന്നാ ചോദിക്കുന്നത്. പക്ഷേ അവർക്കത് എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു ശരിയായ ഉത്തരം കിട്ടുന്നില്ല. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നുള്ള വചനമായിരിക്കാം ഇങ്ങനെ വളച്ചൊടിച്ചത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്യമായിരിക്കും അവനവന്റെ വിശ്വാസം അവനവനെ പൊറപ്പിക്കും എന്നാക്കിയത്. ഏതായാലും എവിടുന്നോ ഒരല്പം കേട്ടേച്ച് ബൈബിളിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ വായിച്ച് ഗ്രഹിക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ഈ വേദഭാഗവും ഈ വിധത്തിൽ പ്രസിദ്ധമാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വചനമാണ്. ഈ വചനം പൊതുവെ എല്ലാവർക്കും അറിയാം. ഇതിനകത്തെ കർത്താവ് പറഞ്ഞ വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ എറിയട്ടെ എന്ന വാക്ക് എല്ലാ സ്ഥലത്തും അസംബ്ലിയിലൊക്കെ ഉപയോഗിക്കുന്നത് ടി വിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ അഴിമതിയെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് പാവമില്ലാത്തവർ എറിയട്ടെ ഇങ്ങനെ. അപ്പോൾ തെറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇങ്ങനെ അറിയപ്പെടുന്ന ഈ വേദഭാഗത്ത് നിന്ന് ചില ആത്മീയ ചിന്തകൾ ഇവിടെ കൂടി വന്ന വിശുദ്ധന്മാരോടും ഇന്നും നാളെയും എന്നും ഈ സന്ദേശം DVD-യിലൂടെ ശ്രവിക്കുന്നവർക്ക് വേണ്ടിയും ആത്മീയ സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ഏറ്റവും പ്രധാനമായി 2 സന്ദേശമാണ് ഈ ഭാഗത്തു നിന്ന് പറയുവാനുള്ളത്. ഒന്ന്, യേശു നൽകുന്ന പാപമോചനം. 2, യേശു നൽകുന്ന വിശുദ്ധ ജീവിതം. ഈ 2 കാര്യമാണ് പറയാനുള്ളത്. എങ്കിലും വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൂടി ചിന്തിക്കാനുള്ള ഒരു സൗകര്യത്തെ ഒരുക്കി തന്നു. എത്രയോ അധ്വാനവും പണവും ഇതിന്റെ പുറകിലുണ്ട്. എത്ര ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തതാണ്. എത്ര ആളുകളുടെ അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. ഇതെല്ലാം കൂടെ നാളെ കൊണ്ട് തീരുകയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചെലവിന്റെ 1/7 ഇന്ന് രാത്രി മുടക്കല്ലേ? അപ്പൊ അത് നമുക്ക് മുതലാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുവാനും എല്ലാ കാലവും ഓർത്തിരിക്കാനും കഴിയുന്ന സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമതായി, യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠനാക്കി കാണിക്കുന്ന ഒരു സംഭവമാണിത്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം അതിശക്തമായി ഉയർത്തപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. യേശുവിനെ മറ്റ് ദേവന്മാരിൽ ഒരുവനെ പോലെയോ ഗുരുക്കന്മാരിൽ ഒരുവനെ പോലെയോ അധ്യക്ഷന്മാരിൽ ഒരുവനെ പോലെയോ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെയോ കാണുന്നത് അപരാധമാണ്. യെശയ്യാവിനെ പോലെയോ യിരെമ്യാവിനെ പോലെയോ ഏലിയാവിനെ പോലെയോ അവനെ കാണുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൻ അതുല്യനാണ്. അവന് തുല്യനൊരാളില്ല. അതുകൊണ്ടാണ് ഈ ചാടുന്നത്, അതുകൊണ്ടാണ് ഈ പാടുന്നത്, അതുകൊണ്ടാണ് ഈ ഉറക്കം പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് ഈ സന്തോഷിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം ഇതിനു വേണ്ടി മുടക്കുന്നത്. ശരീരവും മനസ്സും പണവും ഒക്കെ ഇതിനു വേണ്ടി മുടക്കുന്നത്. അവനൊപ്പം പറയാനൊരാളില്ല. അവനെ പോലെ ആരാധ്യരാരുമില്ല. അവൻ 10,000ങ്ങളിൽ സുന്ദരനാണ്. ഇത് വെറുതെ പറയുകയാണോ? നിങ്ങളുടെ അനുഭവത്തിൽ അവൻ അതുല്യനാണോ? നിങ്ങളുടെ അനുഭവത്തിൽ അവൻ നിസ്തുലനാണോ? അവനെ പോലെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവനെ പോലെ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മതങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവനെ പോലെ ഒരുവനെ? ഞാൻ ചോദിക്കുന്നു, ഇവൻ ജനിച്ചതുപോലെ ജനിച്ച ഒരുവനുണ്ടോ? ഇവൻ ജീവിച്ചതുപോലെ ജീവിച്ച ഒരുവനുണ്ടോ? ഇവൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരുവനുണ്ടോ? ഇവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച ഒരുവനുണ്ടോ? ഇവൻ പീഡിപ്പിക്കപ്പെട്ടവരെ പീഡിപ്പിക്കപ്പെട്ടവരാരെങ്കിലും? ഇവനെ വിസ്തരിച്ചതുപോലെ ആരെങ്കിലും വിസ്തരിച്ചിട്ടുണ്ടോ? ഇവനെ വിധിച്ചതുപോലെ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? ഇവൻ മരിച്ചതുപോലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇവൻ ഉയർത്തതുപോലെ ആരെങ്കിലും ഉയർത്തിട്ടുണ്ടോ? ഇവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവന് തുല്യനൊരാളില്ലെന്ന്. ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന യൗവനക്കാരാ, ഇവന് തുല്യനൊരാളില്ല. അതുകൊണ്ട് ഇവനെ പ്രസംഗിക്കുന്നത് നല്ലതാണ്. ഇവന് വേണ്ടി മരിക്കുന്നത് ലാഭമാണ്. ഇവന് വേണ്ടി മുടക്കുന്നത് ലാഭമാണ്. ഇവന് വേണ്ടി അവമാനം സഹിക്കുന്നത് ലാഭമാണ്. അവന് തുല്യൻ അവൻ മാത്രം. ജനങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഇത് സത്യസന്ധമായും നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യണം. വീട്ടിലെത്തുമ്പോൾ 10 മണിയാവുന്ന കുട്ടിക്കോ, ചിലർ 11 ആകുമ്പോഴേക്കും എത്തുമല്ലോ. അതൊന്നും ഒരു വലിയ വൈകുന്നൊന്നും പറയണ്ട. 11 മുതൽ 11:30 വരെ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. ഈ പറഞ്ഞ ശരിയാണോ? ഇവന് തുല്യനൊരാളുണ്ടോ? നിങ്ങൾ ആരെവിടെ അണിനിർത്തിക്കോ, മഹാത്മാഗാന്ധിയെയോ നെഹ്റുവിനെയോ ആരെവിടെയും അണിനിർത്തിക്കോ. ഇവന് തുല്യൻ ആരുമില്ല. അവൻ ജനിച്ചതുപോലെ ആരും ഇവിടെ ജനിച്ചിട്ടില്ല. അവനെ കുറ്റം ചുമത്താനും അവനെ പിടിക്കാനും വേണ്ടി ഒരു ഗ്രൂപ്പിനെ പുരോഹിതന്മാർ നിയമിച്ച് പുറകെ വിട്ടു. കുറെ നാളായിട്ട് അവരെ കാണുന്നില്ല.
ഉടനെ ഇവര് പുറകെ നിന്നു. നിങ്ങളെ ഒരു ദൗത്യം പ്രകടിപ്പിച്ചു വിട്ടതല്ലേ, എന്നാ കാണാതെ? വിളിച്ചു മാറ്റി ചോദിച്ചോ പറയാ, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അപ്പൊ അവര് ചോദിച്ചു, അപ്പൊ നിങ്ങളും ആ കൂടെ കൂടിയോ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കുറ്റം ചുമത്താൻ വരുന്നവർ പോലും അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ, അവന്റെ നീതിയുടെ മുമ്പിൽ, അവന്റെ ദൈവത്വത്തിന്റെ മുമ്പിൽ, ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ വിമർശിക്കാനെങ്കിലും ഈ പ്രസംഗം കേട്ടോ, കുറ്റം കണ്ടുപിടിക്കാനെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കൂ. എങ്കിൽ ഈ സന്ദേശം തീരുമ്പോഴേക്കും നീ വിചാരിച്ച ആളല്ലവനെന്ന് നീ ഒന്നുകൂടെ മനസ്സിലാക്കി വീണവനെ നമസ്കരിക്കാൻ തുടങ്ങും. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് നീ തിരിച്ചറിയും. ഹല്ലേലൂയ. അവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല, അവൻ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല, അവൻ പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല, അവൻ പ്രവർത്തിച്ചതുപോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല, അവൻ മരിച്ചതുപോലെ മരിച്ചിട്ടില്ല. 1000 കാര്യം അവനെ കുറിച്ച് പറയാനുണ്ട്. അവനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ യേശുവിനെ പ്രസംഗിക്കുന്നത് എത്രയോ അഭിമാനം ആണ്. ഈ കർത്താവിന്റെ അതിശ്രേഷ്ഠമായ ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം, അവന്റെ അതുല്യത, 5 കാര്യം ഒന്നാമത് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം, ഉത്തരം പറയുന്നതിൽ അവൻ നിസ്തുലനാണ്. നമുക്ക് നോക്കാം വാക്യം 4, 5, 6 വായിച്ചോട്ടെ. അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. അടുത്തത് വായിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നന്നായി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം പറയാൻ പോവാണ്. ഉത്തരം പറയാൻ പറ്റാത്ത സൈസ് ചോദ്യം നിങ്ങൾ എപ്പോഴും അഭിമാനിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളിപ്പോ ഈ യോഗത്തിന് വന്ന് ഈ വാതിക്കെ നിൽക്കുമ്പോ വേറൊരാൾ വന്ന് കയ്യെ പിടിച്ചിട്ട് എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങി, ഒരാഴ്ചയായോ എന്ന് ചോദിച്ചാൽ തലയാട്ട് ഒരാഴ്ച ആയോ? ഇല്ല, ഒരാഴ്ച ആയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഒരാഴ്ച ആയെന്ന് പറഞ്ഞാലോ? അപ്പൊ ഒരു ഉത്തരം പറയാൻ മേലാത്ത സൈസ് ഒരു ചോദ്യമല്ലേ അത്? അല്ലെ പിന്നെ ജയിലിൽ കിടന്ന ആളായിരിക്കണം. ഇങ്ങനെ ഉത്തരം പറയാൻ മേലാത്ത സൈസ് ചോദ്യം ചോദിക്കാൻ നല്ല സാമർഥ്യമുള്ള ആൾക്കാരുണ്ട്. ഇതാ യേശുവിന്റെ മുമ്പിൽ ഒരു ചോദ്യം. ഗുരു, ഈ സഹോദരിയെ, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുക. നീ ഇതിനെ കല്ലെറിയണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണം 100 കൈ പിടിച്ചിരിക്കുകയെന്ന് സങ്കല്പിച്ചത് എഴുതിയിട്ടുണ്ട്. നീ ഇവളെ കുറിച്ച് എന്നാ പറയുന്നത്? എന്നാ പറയണ്ടേ? ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എറിഞ്ഞാൽ പോലെ, പിന്നെ ഇനി വേറെ വല്ലവരും പറയണം. അപ്പൊ ബ്രാക്കറ്റിൽ എഴുത്തുകാരൻ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, യേശുവിനെ കൊടുക്കാൻ ഇവനെ കുറ്റം ചുമത്താനാ വന്നത് എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടിക്കാനാ വന്നതെന്ന്. ഉത്തരം മുട്ടിക്കാനാ വന്നത്. അതെങ്ങനെ ഉത്തരം മുട്ടെന്ന് പറയാം? എറിഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ള കാര്യം മിണ്ടി പോകരുത്. പിന്നെ മിണ്ടാൻ നോക്ക്. എറിയണ്ട എന്ന് പറഞ്ഞ അവൻ ന്യായപ്രമാണത്തെ അവഗണിച്ചു. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനാണ് വന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആകാശവും ഭൂമിയും മാറിയാലും ഈ ഈ വചനത്തിൽ നിന്നൊരു പുള്ളി മാറത്തില്ല, വള്ളി മാറത്തില്ല എന്നൊക്കെ പറയുന്ന ഈ ആള് പരസ്യമായി ന്യായപ്രമാണം ലംഘിച്ച ആളെ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ ലംഘിയാവും. എറിഞ്ഞോളാൻ പറഞ്ഞാൽ അവൻ ഭാവിയുടെ രക്ഷകനാകത്തില്ല. എന്തുത്തരം പറയാൻ? ഇവരാലോചിച്ചു, ഒരു ഉത്തരവും പറയില്ല. ഇവൻ വേർക്കും.
അപ്പം വേർക്കുന്നത് നമുക്കൊന്ന് കാണാം. പക്ഷെ അവരാ വേർത്തെ, അവര് ശരിക്ക് വേർത്തെ, അവര് ജനിച്ചിട്ട് ഇതുപോലെ വേർത്തെ. എന്താണ് ഇതിനകത്തെ ദൂത്? ആത്മീക സന്ദേശം. ആരും ഉത്തരം പറയാത്ത ഒരു ചോദ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ക്രൈസ്റ്റ് ഈസ് ദ ആൻസർ. ഞങ്ങൾക്ക് എല്ലായിടത്തും പറയാനുള്ള ദൂത് ഇതാണ്: ഏക ഉത്തരം ക്രിസ്തു, ഏക ഉത്തരം ക്രിസ്തു, ഏക ഉത്തരം ക്രിസ്തു. വെറുതെ അങ്ങ് പറഞ്ഞങ്ങ് വിടുകല്ല. ഈ സന്ദേശം വ്യക്തിപരമായി നിങ്ങളെ തൊട്ടു പറയാം, വിരൽ ചൂണ്ടി പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരം മുട്ടിക്കുന്ന ആ ചോദ്യം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരു ഉത്തരം അവന്റെ കയ്യിലുണ്ട്. നിനക്കതിന് ഉത്തരമില്ല, നിന്റെ ഭർത്താവിന് അതിന് ഉത്തരമില്ല, നിന്റെ വീട്ടുകാർക്ക് അതിന് ഉത്തരമില്ല, മനഃശാസ്ത്രജ്ഞന് അതിന് ഉത്തരമില്ല, മന്ത്രവാദിക്ക് അതിന് ഉത്തരമില്ല, രാഷ്ട്രീയക്കാരുടെ പക്കൽ അതിന് ഉത്തരമില്ല. യേശുവിന്റെ പക്കൽ അതിന് ഉത്തരമുണ്ട്. ചെറുവക്കൽ കൺവെൻഷൻ വന്ന സഹോദരി, ഉത്തരമില്ലാത്ത ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതാ ഉത്തരമായവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവനാണ് ആൻസർ, അവനാണ് ഉത്തരം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ മറുപടിയുമായി നിങ്ങൾ മടങ്ങിപ്പോകും. ഇന്ന് രാത്രി നിങ്ങളൊരു മറുപടിയുമായി പോകും. ഈ യോഗത്തിൽ വന്ന എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ഇന്ന് ഒരു ഉത്തരം വാങ്ങിക്കൊണ്ട് പോകും, ദൈവത്തിൽ നിന്നൊരു മറുപടിയുമായി ഞാൻ ഇന്ന് രാത്രി മടങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഭവമുണ്ടോ ഉത്തരമില്ലാത്ത ചോദ്യത്തിന് യേശു ഉത്തരം തന്നതായിട്ട്? ഉത്തരം മുട്ടിയ സന്ദർഭങ്ങളിൽ കർത്താവ് മറുപടി തന്നതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അങ്ങനെ അനുഭവമുണ്ടോ? അതെ, ആ അനുഭവമാണ് ഇന്നിവിടെ പ്രസംഗിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നത്. ആ അനുഭവമാണ് ഇന്നിവിടെ പാടുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്, ഇന്നിവിടെ ആരാധിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. അവൻ നൽകിയ ഉത്തരമല്ലാതെ എന്തുണ്ട് ജീവിതത്തിൽ? ലോകം കുറച്ച് ചോദ്യം മാത്രം തരും, യേശു ഉത്തരം തരും. ജന്മനാ അന്ധനായി ജനിച്ച ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്ന് ആളുകൾ യേശുവിനോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെ ജനിക്കാൻ എന്താ കാരണം? ഇവനാണോ അവന്റെ അമ്മയപ്പന്മാരാണോ? ഉത്തരമില്ല ചോദ്യത്തിന്. ആ ചോദ്യത്തിന് ഉത്തരമില്ല. യേശുവിന്റെ മറുപടി, ദൈവപ്രവൃത്തിയിലെങ്കിൽ വെളിവാകേണ്ടതിനത്രേ ഇങ്ങനെ സംഭവിച്ചു. എന്നെ അതിൽ നിന്ന് ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും മാനുഷികമായ ഒരു മറുപടി നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ കർത്താവിന് പറയാനുള്ളത്, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അത്രേ ഇങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പ്രശ്നം പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ കുടുംബങ്ങൾ കുഴയുന്നു. ഭാര്യയും ഭർത്താവും കൂടിയുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ അത് കോടതിയിലേക്ക് പോകുന്നു. ആവശ്യത്തിലധികം കേസ് കോടതിയിൽ ഉള്ളപ്പോഴാണ് ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ കോടതിയിലോട്ട് ചെല്ലുക. കുടുംബ പ്രശ്നം തീർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ മക്കൾ അനാഥരാകുന്നു. കുടുംബങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. വിദ്യാലയങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. പോലീസ് സ്റ്റേഷനുകൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. പഞ്ചായത്തുകൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. രാഷ്ട്രങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഞങ്ങൾക്ക് കുടുംബങ്ങളോടും ദേശത്തോടും രാഷ്ട്രങ്ങളോടും പറയാനൊരു ദൂതുണ്ട്. നിങ്ങൾക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക, അവനത് പരിഹരിക്കും. കർത്താവ് പ്രശ്നം പരിഹരിക്കുന്നവനാണ്. ചിലർക്ക് ആ വാക്ക് ഇഷ്ടമല്ല. പ്രശ്നപരിഹാര സുവിശേഷം വേണ്ട എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അങ്ങ് തീർത്ത് അതിനെ തള്ളിക്കളയുന്നില്ല. യേശു പ്രധാനമായും പാപമോചനമാണ് കൊടുക്കുന്നത്, പക്ഷെ പ്രശ്നമൊക്കെ പരിഹരിക്കും.
നമ്മൾ എന്ത് സ്ഥാപിക്കാനാ ഇതൊക്കെ പറയുന്നതെന്നൊന്നുകൂടെ ചിന്തിക്കണം. ഒരാളെ ഖണ്ഡിക്കാൻ വേണ്ടി വേറൊരാളെ കൊല്ലേണ്ട കാര്യമില്ല. സ്തോത്രം. യേശു പ്രശ്നം പരിഹരിക്കുമെന്ന് നീ അനുഭവിച്ചിട്ടില്ലേ? പിന്നെന്തിനാ ഇല്ലെന്ന് പറയുന്നത്? പക്ഷെ അതിനെ പ്രൊജക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അവൻ പ്രശ്നം പരിഹരിക്കുന്നവനാണ്. കുടുംബ പ്രശ്നത്താൽ വലയുന്നവനോട് എനിക്കൊരു ദൂതുണ്ട്. നിന്റെ കുടുംബത്തിലെ കയ്പ് മാറ്റുവാൻ, നിന്റെ തലമുറയുടെ കേട് പോക്കുവാൻ അധികാരമുള്ളവനാണ് യേശു. അവൻ പ്രശ്നം പരിഹരിച്ചാൽ അത് പരിഹരിച്ചതാണ്. അവനൊരു വാക്ക് കേൾപ്പിച്ചാൽ അത് പരിഹരിക്കപ്പെടും. പ്രശ്നങ്ങൾ പലതാണ്, പരിഹാരം യേശു മാത്രമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു പ്രശ്നം യേശു അത് പരിഹരിച്ചു. പാപമോചനോ വീടിനോ ഒന്നും അവിടെ പറഞ്ഞില്ല. ആ തൽക്കാല പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. യേശു ഇന്നും കരുണയുള്ളവനാണ്. നീ ആരായാലും ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്ക്, എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം തരാൻ യേശു ശക്തനാണ്. മൂന്നാമത്തെ കാര്യം, വ്യക്തികളെ വിവേചിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. അതായത് യേശുവിനെ പരീക്ഷിക്കാനാ ഇവര് വന്നത്. അകലെന്ന് വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായി എന്തിനാ വരുന്നത്. അത് കണ്ടപ്പോഴാണ് എഴുതാമെന്ന് വിചാരിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, ഒട്ടനെ കീഴോട്ട് കുറിഞ്ഞ് എഴുത്തു. നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന അത്യാവശ്യപ്പെട്ട കാര്യം എഴുതുക എന്നാണ്. ചിരിക്കാനല്ലെങ്കിലും ഒരു ചിന്ത പറയാം. ആളുകൾക്ക് ആ നിലത്ത് എഴുതി എന്നാ അറിയേണ്ടത്. എല്ലാവരും ഇപ്പൊ സംശയം ചോദിച്ചോണ്ടിരിക്കുക, പ്രസംഗം നന്നായിരുന്നു, എന്നാൽ ആ നിലത്ത് എഴുതിയത്, കടലാസിൽ എഴുതിയതെല്ലാം വായിച്ചു കഴിഞ്ഞോ? അതെല്ലാം മനസ്സിലായല്ലോ? അതെല്ലാം അനുസരിച്ച് കഴിഞ്ഞോ? എന്നിട്ട് പോരെ മണ്ണിലേത് ചോദിക്കാൻ? അല്ല, എന്നാലും അതൊന്നും അറിയുന്നത് നല്ലതല്ലേ? എന്നാ അറിയണ്ട. അയ്യോ, അതന്നെ അങ്ങനെ പറഞ്ഞു, അറിയുന്നില്ലാത്തോണ്ട്. അല്ല, സത്യം പറവാശ്ര നിലത്ത് തന്നെ എഴുതി അറിയില്ല. എന്നിട്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള അവരോട് തന്നെ ചോദിച്ചു. ഏതായാലും ഇവിടെ ഇത് വ്യക്തമല്ല, ഒരിടത്തും ഇത് വ്യക്തമല്ല. പിന്നെ ഊഹങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഊഹം പറയുന്നു, അവിടെ പോകണമെന്നൊരു വിചാരമുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. അവർ വരുന്ന കണ്ടപ്പോൾ എഴുതാൻ പറ്റും, അവര് പോയപ്പോൾ എഴുതുന്നു. അപ്പൊ അവരുടെ പേരെഴുതിയെന്നോ 10 കൽപ്പന എഴുതിയെന്നൊക്കെയാ പല പല വ്യാഖ്യാനം. എന്തേലും ആട്ടെ, ഒരു കാര്യം വ്യക്തമാണ്. എഴുതിയില്ലെന്നിരിക്കട്ടെ, യേശു ഇങ്ങനെ അങ്ങ് ഇരിക്കുക. നിങ്ങൾക്കത് ഒരു വീഡിയോയിൽ അത് എടുത്തിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായിരുന്നു. അതായത് അവരിങ്ങോട്ട് വരുന്ന തന്നെ ഗമേലാന്നറിയാം, ഭയങ്കര ആവേശത്തില, വിശുദ്ധിയാൽ രോഷം കൊണ്ട് അവർ ഗുരു ഈ സ്ത്രീയെ പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ പിടിച്ചു, നമ്മുടെ നാട്ടിൽ നിന്ന് അനിയനെ തുടർന്നിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ ഇവിടെ കുറിച്ച് എന്നാ പറയുന്നു? ഒരു കുഴപ്പമില്ല, അനിയന് തുടച്ചു നീക്കണം, പാപം വ്യഭിചാരമൊക്കെ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റണം. നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത് തോന്നിയല്ലോ, നല്ല കാര്യമാണ്. പക്ഷെ ഏറിയ യോഗ്യതയുള്ള ഒരു ആദ്യത്തെ കല്ലറിഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. തിരിച്ചു പോകാനായിട്ട് ഇത് തുടങ്ങുന്ന ആരാണ്? തിരിച്ചു പോക്കൊന്ന് ഉദ്ഘാടനം ചെയ്യണ്ടേ? കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ എന്നാ പവറാന്നറിയോ കണ്ണ. അപ്പൊ കർത്താവ് ഇങ്ങനെ ഇരിക്കും, അവരിങ്ങനെ നിൽക്കും. സന്ധ്യയായി വിഷുന്ന് പോയ ഒന്നാം ദിവസം പോകാൻ പറ്റില്ല, എറിയാനും പറ്റില്ല. കാരണം അവന്റെ കണ്ണിന്റെ മുമ്പിലോട്ട് നോക്കിയിട്ടായി എന്താ ചെയ്യാൻ. അപ്പോ പോകാനായിട്ടൊരു ഡോറ് തുറന്നു കൊടുത്തതാ. ആ കാണുന്നില്ലടാ, വിട്ടേക്കാം. ഇല്ല, പൂച്ചപാൽ കുടിക്കുന്ന പോലെ സ്ഥലം വിട്ടവര്. ഇനി രസകരമായൊരു പ്രയോഗം ഇതിനകത്തുണ്ട്. മൂത്തവർ തുടങ്ങി ഇളയവർ വരെ ഓരോരുത്തരായി വിട്ടുപോയി.
ഈ മലയാളം തർജ്ജമയിൽ ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിട്ടുപോയി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു അർത്ഥമല്ലേ എന്നുള്ളത് അല്ലേ? വിട്ടോടാന്ന് പറയരുത്, അങ്ങനെ ഒരു പ്രയോഗം അവിടെ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയത് മൂത്തവർ തുടങ്ങി എന്നുള്ള പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് തുടങ്ങി വെക്കേണ്ട ആരെയും തിരിച്ചു പോകാനൊരു നേതൃത്വം, അതിനൊരാൾ വേണമായിരുന്നു. അതൊരു സീനിയോറിറ്റി ക്രമത്തിലാണ് അത് ചെയ്തത്. നന്നായത്. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പും അവരുടെ എല്ലാ സ്വഭാവവും കർത്താവ് ദൂരമേ മനസ്സിലാക്കി. അവൻ ആളെ വിവേചിക്കുന്നതിൽ നിസ്തുലനാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ അവസ്ഥ, നിരൂപണങ്ങൾ, ചിന്തകൾ, ഭാവങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇച്ഛാഭംഗങ്ങൾ, അപകർഷതകൾ, സങ്കടങ്ങൾ, മുറിവുകൾ, ചതവുകൾ എല്ലാം കൃത്യമായി അറിയുന്നവനാണ് കർത്താവായ യേശു. എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം എന്നാന്ന് ചോദിച്ചാൽ അവൻ ആളെ വിവേചിക്കുന്നവനാണ്. ഞാനത് ആവർത്തിച്ച് പറയുന്നത്, മനുഷ്യരൊക്കെ തെറ്റിദ്ധരിക്കും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അകലുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. 10-20 കൊല്ലം കഴിയുമ്പോഴാണ് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ യേശുവിനോടുള്ള ബന്ധം കുറയാത്തത് എന്നാണെന്നറിയാമോ? അവൻ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. ഹല്ലേലൂയ. അവന്റെ വേല ചെയ്ത ആരും അകലുന്നില്ല. കാരണം ഭൂമിയിൽ ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് എന്നെ മനസ്സിലാക്കുന്നു. മോശയ്ക്ക് നിരാശ വന്നപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഒരു ദൈവ പൈതലിന് നിലനിൽക്കാൻ, ഇതുപോലെ ഒരു ഭക്തന് നിലനിൽക്കാൻ, ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ഇതുപോലെ അറിയാവുന്ന ഒരാളിന് എന്നെ പറ്റി നിങ്ങൾക്ക് മറ്റൊരാളോട്, ദൈവദാസന്മാരോട് മോശമായി പറയാം, എന്റെ കർത്താവിനോട് പറയാൻ പറ്റില്ല. എന്നെ പറ്റി നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം. എന്നെ സ്നേഹിക്കുന്ന പലരോട് നിങ്ങൾക്ക് എന്നെ പറ്റി ദോഷം പറഞ്ഞ് അവരെ എന്നിൽ നിന്ന് അകറ്റാൻ ഒരു പക്ഷേ സാധിക്കും. എന്റെ കർത്താവിനെ എന്നിൽ നിന്ന് അകറ്റാൻ നിങ്ങൾ മുഴുവൻ പേരും കൂടെ പരിശ്രമിച്ചാലും സാധിക്കുകയില്ല. അവൻ ആളെ മനസ്സിലാക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരിക്കൽ പോലും മുട്ടുകുത്തിയിട്ട്, കർത്താവേ അവരൊക്കെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ് ലോഡ്, എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. കർത്താവേ നീ സകലവും അറിയുന്നു. അവൻ ആളെ വിവേചിക്കുന്നതിൽ നിസ്തുലനാണ്. ശബരിയാസ്ത്രീയുടെ സംഭവം നിങ്ങൾക്കറിയാം. പത്രോസിന് കരം കെട്ടാൻ പൈസ ഉണ്ടാക്കി കൊടുത്ത വിധം നിങ്ങൾക്കറിയാം. ഒരു കടലിൽ, ഒരു കുളത്തിൽ, ഒരു തടാകത്തിൽ എത്ര ലക്ഷം മീനുണ്ട്, അതിൽ എത്ര മീൻ എവിടെയൊക്കെ താമസിക്കുന്നു, അതിന്റെ ഏതിന്റെയൊക്കെ വയറ്റിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ അറിയാമോ കർത്താവേ നിനക്ക്? എത്ര ഭയങ്കരമാണ് ആ സംഭവം. നീ പോയി ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിന്റെ വയറ് കയറുക, കരം കെട്ടാനുള്ള കറക്റ്റ് പണാതി കാണും. ഓഹ്, എന്തൊരു സംഭവമാണിത്. പ്രൈസ് ലോർഡ്. ചൂണ്ടയിടുമ്പോ അത് തന്നെ വന്ന് കൊത്തണ്ടേ? അതിനകത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വേറൊരുത്തം വന്ന് കൊത്തിയാലോ? അപ്പൊ അതും അവിടെ ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യണ്ടേ? അതിന് തന്നെ അതിനകത്ത് ആരെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടാവും. കൊത്താൻ വന്നവനെ അവിടെ നിന്നിട്ട് ആരെങ്കിലും വിവേചിച്ചു കാണും. നീ മറ്റേ ബ്രഹ്മപ്പണം മെഴുകിയിട്ടുണ്ടോ? ഇല്ല, മാറുന്നില്ല. ചുമ്മാ ചാടിക്കൽ കൊത്തരുത്. ബ്രഹ്മപ്പണം വിഴിഞ്ഞവൻ മാത്രം ഇത് കൊത്തിയാൽ മതി. അപ്പൊ അതിനൊരു ലീഡർ അതിനകത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കും. എന്തൊരു വിവേചനമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നറിയോ? ഇത്ര കൃത്യമായിട്ട് കർത്താവിനെ നിന്നെ അറിയാമെങ്കിൽ എന്തിനാ സങ്കടം? ഇന്ന് രാത്രി മനസ്സിനകത്തുന്ന നിരാശ പുറത്തു പോകട്ടെ. കർത്താവേ നീ എന്നെ അറിയുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിയിടുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിയിടുന്നു. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായ എനിക്കവൻ മാത്രമായി. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായ എനിക്കവൻ മാത്രമായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ
യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഓ മാറിടും മനുജരല്ല, മറന്നിടും സ്നേഹിതരും, മാറിടും ആ മാറ്റമില്ലാത്തവനിമ്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. മാറ്റമില്ലാത്തവനിമ്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. അതെ, കർത്താവ് നമ്മെ അറിയുന്നു. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. നാലാമത്തെ കാര്യം, പാപം എന്ന ആ വലിയ വിഷയത്തെ പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. ലോകത്തിൽ ആരും പാപത്തെ തൊട്ടിട്ടില്ല, തൊടാൻ പറ്റില്ല. കാരണം അവരെല്ലാം പാപത്തിലാണ് ജനിച്ചത്, അവരെല്ലാം പാപത്തിലാണ് വളർന്നത്, അവരെല്ലാം പാപത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ പാപമില്ലാതെ പിറന്നവൻ, പാപം അറിയാതെ ജീവിച്ചവൻ, ഓ പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ! നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താമെന്ന് വെല്ലുവിളിച്ച പരിശുദ്ധൻ, അവന് മാത്രമേ പാപ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തൊരു അഭിമാനത്തോടെ ഇത് പ്രസംഗിക്കാം. പാപ പ്രശ്നം പരിഹരിച്ച് ആരുമില്ല, ഇവൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അവൻ ജനിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ വിടിവിപ്പാനിരിക്കെ കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. അപ്പോൾ അവന്റെ ജനനത്തിൽ പാപമോചനമുണ്ട്. പാപം എന്ന പ്രശ്നത്തെ അവൻ മതങ്ങൾ കണ്ടതുപോലെയല്ല കണ്ടത്. വളരെ ശ്രദ്ധിക്കണം. പാപം എന്ന പ്രശ്നത്തെ മതങ്ങൾ കണ്ടതുപോലെയല്ല അവൻ കണ്ടത്. മതങ്ങൾ കണ്ടത് കൈ കൊണ്ട് പാപം ചെയ്തവന്റെ കൈ വെട്ടുകയോ കൈ കഴുകുകയോ ചെയ്യണമെന്ന് മതങ്ങൾ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? പാപം എവിടെ അവർ കണ്ടതിൽ തെറ്റിപ്പോയി. എന്നാൽ യേശു പറഞ്ഞു, കയ്യിലല്ല പാപത്തിന്റെ തുടക്കം, കാലിലല്ല പാപത്തിന്റെ തുടക്കം, വായിലല്ല പാപത്തിന്റെ തുടക്കം, അതിന്റെയും പുറകിൽ പോണം. ഹൃദയത്തിലാണ് പാപത്തിന്റെ തുടക്കം. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, മോഷണം ഇങ്ങനെ പുറത്തു വരുന്നു. പാപ പ്രശ്നം പരിഹരിപ്പാൻ യേശുവിന് സാധിച്ചത് എന്തുകൊണ്ട്? പാപത്തിന്റെ മൂലം അവൻ കണ്ടെത്തി. അവന് മാത്രമേ അത് പരിഹരിപ്പാൻ അധികാരമുള്ളൂ. അകത്ത് നിന്നാണ് പാപമെങ്കിൽ അകത്താണ് ചികിത്സ വേണ്ടത്. അകത്ത് ചികിത്സിക്കാൻ മതങ്ങൾക്ക് എങ്ങനെ കഴിയും? പുറമെ പൂശിയാലും പുരട്ടിയാലും അകത്ത് പരിവർത്തനം നടക്കുമോ? ഇല്ല. എങ്കിൽ അകത്ത് പരിവർത്തനം വരുത്തുന്നത് പിന്നെ എന്തുവാ? ദൈവത്തിന്റെ വചനം. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന സന്ധിമജ്ജകളെ വേർപിടിവിക്കുവരെ തുളച്ചു ചെല്ലുന്ന വചനമാണ് പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ വചനത്താൽ ഹൃദയത്തിനകത്ത് ഓപ്പറേഷൻ നടത്തുമെന്ന് കർത്താവായ യേശു പറഞ്ഞു. പാപം എന്ന പ്രശ്നം പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണെന്ന് ഈ ചാപ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നു. വേറെ ആരും ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടില്ല. അഞ്ചാമത്തെ കാര്യം, ഈ പാപലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് യേശു മാത്രമേ പഠിപ്പിച്ചു. അവൻ വിശുദ്ധിയിൽ നിസ്തുലനാണ്. അത് പറയുമ്പോ ഒന്ന് രണ്ട് കാര്യം പറയേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിൽ അതിനോട് പറ്റി പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, പൊതുവെ പറയാൻ പറ്റത്തില്ല. അതായത് കുഴപ്പം പിടിച്ചവനെ കൈകാര്യം ചെയ്താൽ അവന് കുഴപ്പക്കാരനാകുന്ന അർത്ഥം. തെളിവ് പറയാം. കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവനകത്ത്, തൊടുന്നവനും പോയി, സംഗതി പോയി, അവനും കുഷ്ഠരോഗിയായി, അശുദ്ധനായി. കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനായി.
എന്നാൽ യേശു തൊട്ടു. നേരെ തിരിച്ചാ സംഭവിച്ചത്. കുഷ്ഠരോഗി വിശുദ്ധനെ ചിന്തിച്ചാണോ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിച്ചാണോ ഇരുന്നേ? സ്തോത്രം. ഒന്നുകൂടെ പറയാം. കുഷ്ഠരോഗിയെ നിങ്ങൾ തൊട്ടാ നിങ്ങൾ അശുദ്ധനാവും. കുഷ്ഠരോഗിയെ യേശു തൊട്ടാ കുഷ്ഠരോഗി വിശുദ്ധനാവും. അയ്യോ, ഇത് എന്തൊരു പരിപാടിയാ! കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അവൻ പാപിയെ കൈകാര്യം ചെയ്താൽ അവന്റെ വിശുദ്ധിക്ക് കോട്ടം വരുന്നില്ല. അതിന് പകരം പാപിയുടെ പാപം മാറി അവൻ വിശുദ്ധനാവും. എന്നാൽ മതഗുരുക്കന്മാർ പാപിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോയാൽ അവനും കൂടി ആ പാപത്തിൽ പങ്കാളിയാകും. അവനും കൂടി ആ പാപത്തിൽ പങ്കാളിയാവും. യേശു പാപം കൈകാര്യം ചെയ്തു. അവന്റെ വിശുദ്ധിക്ക് കോട്ടം വന്നില്ല. പാപിയെ വിശുദ്ധനാക്കി മാറ്റുകയും കൂടെ ചെയ്തു. അവൻ വിശുദ്ധിയിൽ നിസ്തുലൻ. അവൻ ഇന്ന് രാത്രി നിന്റെ പാപം മാറ്റും. അവന്റെ വിശുദ്ധി നിനക്ക് തരും. വിശുദ്ധിക്ക് അവൻ ഒരു അടയാളമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധരോത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. അതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായി പറയാനുള്ള സന്ദേശം. അത് പറയുമ്പോൾ ഈ സന്ദേശം അവസാനിപ്പിക്കും. തുടർന്ന് ഈ വേദഭാഗത്തു നിന്നും വളരെ ഗഹനമായ പഠനത്തിന് കൊള്ളാവുന്ന നിങ്ങളുടെ ചിന്തയിൽ കൺവെൻഷൻ തീർന്നിട്ട് ഇനി ദിവസങ്ങളോളം നിങ്ങൾക്ക് അയവിറക്കാവുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു. പാപത്തോടുള്ള ബന്ധത്തിൽ 3 വിധ മനോഭാവമാണ് എനിക്ക് തുടർന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. ഒന്ന്, മറ്റുള്ളവരുടെ പാപം വലുതായിട്ട് കാണുന്നത്. 2, സ്വന്തം പാപം കാണാൻ പറ്റാത്ത. 3, പാപം ഏറ്റുപറയുന്നത്. ഇങ്ങനെ 3 കൂട്ടരെ ഇവിടെ കാണാം. ഈ മറ്റുള്ളവരുടെ പാപം വലുതായിട്ട് കാണുന്നവര്, അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലെന്നാ തോന്നുന്നു. കാരണം ഒരു മൗനമാണല്ലോ. എന്നാൽ രണ്ടാമത്തെ കൂട്ടരുണ്ടോ? സ്വന്തം പാപം മറയ്ക്കുന്നവരുണ്ടോ? അത് കാണുകയില്ല. മൂന്നാമത്തെ കൂട്ടരായിരിക്കും ഉള്ളതെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. പാപം ഏറ്റുപറയും. തന്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ബാക്കി ഓർമ്മയുണ്ടല്ലോ. ഈ 3 കൂട്ടരെ ഈ ചാപ്റ്ററിലുണ്ടോ? ഉണ്ട്. പരീശന്മാരും സദൂക്യരും മറ്റുള്ളവരുടെ പാപം ലെൻസ് വെച്ച് വലുതാക്കും. കൊണ്ടോടോ കൊണ്ടോ 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 വലുതാക്കും. അവരവരുടേത് ചെറുതാക്കി ചെറുതാക്കി, ഓ ബലഹീനതയല്ലേ, അങ്ങനെയാണ്. ഇത് പരീക്ഷന്മാരാണ്. ഇന്നിപ്പോ പരീക്ഷന്മാരില്ലല്ലോ. ഉണ്ടെങ്കിൽ എവിടെയാ നിങ്ങൾ പറ. ഉത്തരം ഇപ്പൊ പറയണം. പോണ വഴി പറഞ്ഞാൽ മതി. കർത്താവിന്റെ കാലത്ത് പരീക്ഷന്മാരിപ്പോ ഏത് സമുദായത്തില? ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. വെറുതെ പിടിച്ചൊന്നും പറയരുത്, കുഴപ്പമുണ്ടാക്കരുത്. കർത്താവിന്റെ കാലത്തെ പരീക്ഷന്മാർ ഇപ്പോൾ ഏത് സഭയിലാണ്? ഒരുപാട് ദൂരെ ആയിരിക്കില്ല. I am okay, you are not okay. എന്താ കാര്യം? ഞാൻ അവരുടെ ഇട്ടിട്ടില്ല. I am okay, you are not okay. ഞാൻ മീശയൊക്കെ വെച്ചിട്ടില്ലല്ലോ. I am okay. ഞാൻ നോക്കി വെള്ളം എടുപ്പല്ലേ ഇട്ടിരിക്കുന്നു. I am okay. സ്വയം നീതി. ഈ വെള്ളമെടുപ്പിന് അകത്തേത് കളറാ? കുശുമ്പുണ്ടോ? കുശുമ്പ്? അസൂയുണ്ടോ? വൈരാഗ്യമുണ്ടോ? പിണക്കമുണ്ടോ? പകയുണ്ടോ? 15 പവൻ ആഭരണത്തെക്കാൾ വലുതാ വൈരാഗ്യം. എന്റെ പാസ്റ്റർ ദുരുപദേശം പറയണം, ഞാൻ പറയില്ല. ഉറപ്പിച്ചു പറയാം, ദുരുപദേശം പറയില്ല. പക്ഷെ സത്യം മനുഷ്യരറിയുന്നില്ല. കപടഭക്തരായ ഒരു കൂട്ടം ആൾക്കാരെ സൃഷ്ടിക്കാനാണോ ഈ കാശ് മുടക്കുന്നത്? മറ്റുള്ളവരെ വിധിക്കാൻ എന്തൊരു ധൃതിയാ! മറ്റുള്ളവരെ കുറ്റം ചുമത്താൻ എന്തൊരു ഉത്സാഹമാ! അവൻ അശുദ്ധൻ, ഇവൻ അശുദ്ധൻ. കാണുന്ന വഴി പറയും, കൊള്ളുക.
പറയുന്നത്. സ്വന്തം പാപം മറയ്ക്കുന്നവർ, മറ്റുള്ളവരുടെ പാപം വലുതാക്കുന്നവർ, ഈ രണ്ടു കൂട്ടരും ഈ അധ്യായത്തിലുണ്ട്. എന്നാൽ അതിനകത്ത് നിന്ന് ഒരു റേഷ്യോ പഠിച്ചോണം. പാപം സമ്മതിച്ച ആള് ഒരാളെ ഞാനവിടെ കണ്ടുള്ളൂ. ഇതാണ് ഇതിന്റെ റേഷ്യോ. മറ്റുള്ളവരുടെ പാപം കണ്ടുപിടിക്കുന്നവരും സ്വന്തം പാപം മറയ്ക്കുന്നവരും ഭൂരിപക്ഷവും. ഞാൻ തകർന്നവനും പാപിയുമാണ് എന്ന് ഏറ്റു പറയുന്നവർ വളരെ കുറച്ചുമാണ്. ചുങ്കക്കാരൻ പാപിയും പ്രാർത്ഥിക്കാൻ പോയി. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കർത്താവേ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ പിന്നെ അത് ചെയ്തു, പിന്നെ ഇതും കൂടെ ചെയ്തു, പിന്നെ അതും ഇതും കൂടെ ചെയ്തു. ഇവനെ പോലെ ഞാനല്ല. ഇത് പ്രാർത്ഥനയാണോ പ്രസംഗമാണോ? ദൈവം തമ്പുരാനോട് പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കർത്താവേ, നിനക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കർത്താവിനോട് പ്രസംഗിച്ച് കർത്താവിനെ ഉപദേശിക്കും. ഭയങ്കര സാഹിത്യമൊക്കെ കർത്താവ് പേടിച്ച് അല്ലേ? കർത്താവ് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഡിക്ഷണറി എടുക്കാൻ പോകും. വിഷമൊന്നും തോന്നരുത്, കുറച്ചുകൂടെ സിമ്പിൾ ആകുക. സ്വന്തം തെറ്റുകളെ മറയ്ക്കുന്നവരും മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണുന്നവരും, മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണുന്നവർ, മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണുന്നവർ. സ്തോത്രം. രണ്ട് കുഞ്ഞുങ്ങൾ ഒരേ തെറ്റ് ചെയ്യും. അതിന് രണ്ടിനെ ശരിയാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി അങ്ങോട്ട് ചെയ്തോ, ഒരെണ്ണം നിങ്ങളുടെ കൊച്ചാന്ന് കാണും. ആ പിള്ളേരല്ലേ അതെന്നെ പെട്ടെന്ന് പിള്ളേരായത്. രണ്ട് പിള്ളേര് രാത്രി കൂട്ടായ്മയ്ക്ക് വന്നില്ല. കൂട്ടായ്മയ്ക്ക് വന്നില്ല, അവനെ പിടിക്കണമല്ലോ. അന്വേഷിച്ച് പറഞ്ഞ നമ്മുടെ അയ്യോ പരീക്ഷയല്ലേ. മറ്റുള്ളവരുടെ തെറ്റിനെ വലുതായി കാണുക, സ്വന്തം തെറ്റിനെ ചെറുതായി കാണുക. ദാവീദ് ഒരു ചോദ്യം ചോദിക്കുന്നു 19:12 സങ്കീർത്തനത്തിൽ. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാര്? അപ്പൊ ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ കാരണം എന്നാ? വലിയ പാടാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് ഗ്രഹിക്കുന്നതാണ്. ഭൂമിയിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ്. അല്ലല്ലോ പറയോ? കണ്ടോ, വളരെ കുറഞ്ഞില്ലേ? കണക്ക് വ്യത്യാസം വരുന്നതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നത്, ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നത്. സ്തോത്രം. മൂന്നാമതൊരു കൂട്ടരെ ഇവിടെ കാണുന്നു. അതൊരൊറ്റ കക്ഷിയേ ഉള്ളൂ. ഒന്നും മിണ്ടുന്നില്ല, ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നില്ല, തലകുനിച്ച് നിൽക്കുന്ന ഒരു സഹോദരിയെ കാണാം. തെറ്റ് ഗ്രഹിച്ച ഒരു സ്ത്രീ. അടുത്തൊരു 3 കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഈ പാപിനിയെ കൈകാര്യം ചെയ്ത 3 കൂട്ടം. 1 മതം അഥവാ നിയമം, 2 പാപികൾ അഥവാ മനുഷ്യർ, 3 പരിശുദ്ധൻ അഥവാ ദൈവപുത്രൻ. 1 പാപിയെ നിയമം കൈകാര്യം ചെയ്യുന്നു, നിയമം അഥവാ മതം കൈകാര്യം ചെയ്യുന്നു, ന്യായപ്രമാണം കൈകാര്യം ചെയ്യുന്നു. ന്യായപ്രമാണം ഈ പാപിയെ കൈകാര്യം ചെയ്തിട്ട് പറയുന്നു, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, വിട്ടുവീഴ്ചയില്ല. നിയമം നിനക്ക് എതിരാ, പാപത്തിന്റെ ശമ്പളം മരണം. 2 പാപികൾ ഇവളെ കൈകാര്യം ചെയ്തു, അവരെല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. 3 പരിശുദ്ധൻ ഇവളെ കൈകാര്യം ചെയ്തു, അവളെ വെറുതെ വിട്ടു. പാപിയോട് കരുണ കാണിച്ചത് പരിശുദ്ധൻ മാത്രമാണ്. കരുണയുടെ മനസ്സ് വിശുദ്ധിയുടെ ലക്ഷണമാണ്. കൊല്ലണം 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 എന്ന് കൂടെ പറയുമ്പോൾ ഓർത്തണം, ഇതുപോലെയുള്ള എന്തോ കുഴപ്പം പുള്ളിക്ക് ഉണ്ടതാ, പുള്ളിക്ക് ഇത്രയും ധൃതി വന്നത്. യേശു മാത്രമേ ഈ വിഷയത്തിൽ കരുണയോടെ ഇടപെട്ടു. അടുത്ത ഒരു സെറ്റ് കാര്യം കൂടെ പറയാം. ഇവിടെ 3 കോടതി ഞാൻ കണ്ടു. 3 കോടതി. 1 മതകോടതി, 2 മനസാക്ഷിയുടെ കോടതി, 3 ദൈവ കോടതി. മതകോടതി ഏതാ? യഹൂദന്മാരുടെ കോടതി. മതകോടതിക്ക് എന്താ വില? ഭയങ്കര വിലയാ. മതകോടതിക്ക് തല്ലാൻ വിലയുണ്ട്.
അധികാരമുണ്ട്, വിസ്തരിക്കാൻ അധികാരമുണ്ട്, മുടക്കാൻ അധികാരമുണ്ട്. ഇന്നും ഇഷ്ടം പോലെയുണ്ട്. പല ഗ്രാമങ്ങളിലും മതകോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മതകോടതിക്ക് ഭയങ്കര ശക്തിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് മതകോടതിയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മതത്തെ ഭയപ്പെടേണ്ടത് മതകോടതി. രണ്ടാമത്തെ കോടതി മനസാക്ഷിയുടെ കോടതി. മൂന്നാമത്തെ കോടതി ദൈവത്തിന്റെ കോടതി. ശ്രദ്ധിക്കുക, മതത്തിന്റെ കോടതി ഈ സ്ത്രീയെ കൊല്ലണമെന്ന് പറഞ്ഞു, പക്ഷെ ഇവരെ മറ്റുള്ളവരെ കൊല്ലാൻ പറഞ്ഞില്ല. എന്നാൽ മനസാക്ഷിയുടെ കോടതി ഇവരെ എല്ലാവരും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഇവളെ മാത്രം രക്ഷിച്ചു. ദൈവത്തിന്റെ കോടതി എല്ലാവരും ഒരുപോലെ കുറ്റക്കാരും. ഇവിടെ വന്നു നിൽക്കുന്ന ഗ്രൂപ്പിൽ ഒന്ന് സ്ത്രീ, മറ്റേ കൊണ്ടുവന്ന കൂട്ടരെ. ഈ രണ്ട് കൂട്ടരും ദൈവകോടതിയുടെ മുമ്പിൽ കുറ്റക്കാരാണ്. മതകോടതിയിൽ പകൽ മാന്യന്മാർ രക്ഷപ്പെട്ടു, ഇവൾ പിടിക്കപ്പെട്ടു. എന്താണ് ഇവളും അവളുമായിട്ടുള്ള വ്യത്യാസം? ഈ സ്ത്രീയും ഈ പരീശന്മാരോടുള്ള വ്യത്യാസം എന്താണെന്ന് വചനം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവളുടെ പാപം പിടിക്കപ്പെട്ട പാപം, മറ്റവരുടെ പാപം പിടിക്കപ്പെടാത്ത പാപം. ഇത്രയുള്ള വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇരിക്കുന്ന, പാട്ടുപാടുന്ന, അന്യഭാഷ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും വെളിയിലുള്ള ആളുകളുമായിട്ടുള്ള യഥാർത്ഥ വ്യത്യാസം എന്നാ? അവരെക്കാൾ വിശുദ്ധി കൂടുതലുണ്ടോ? ഒരു സത്യസന്ധമായ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കണം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു എന്ന് മാത്രമേ ഒരു വ്യത്യാസം നമുക്കുള്ളൂ. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നതാണ് ഈ ജനത്തെക്കാൾ എനിക്കുള്ള വ്യത്യാസം. ആരോ ഒരാൾ നിന്നോട് സുവിശേഷം പറയാൻ 1 മണിക്കൂർ കളഞ്ഞു. ആരോ ഒരാൾ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നു. ആരോ നിനക്ക് വേണ്ടി ഒരു പുസ്തകം വാങ്ങിത്തന്നു. അതുകൊണ്ട് നീ ഇന്ന് ഇവിടെ വന്നു. ഇതുപോലെ ഒരാൾക്ക് വേണ്ടി 1 മണിക്കൂർ മുടക്കാമോ? ഇതുപോലെ ഒരാൾക്ക് വേണ്ടി അല്പ ദിവസം പ്രാർത്ഥിക്കാമോ? ഒരാൾക്ക് ഒരു ബൈബിൾ വാങ്ങിക്കൊടുക്കാമോ? നീ മൗനമായിട്ടുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്ദേശത്തിന്റെ സുപ്രധാന ഭാഗത്തേക്ക് വരുന്നത് യേശുവോട് പറഞ്ഞ ആ പ്രധാനപ്പെട്ട വാക്കിനകത്താണ് ഒടുവിലത്തെ 3 കാര്യം നിൽക്കുന്നത്. യേശുവോട് പറഞ്ഞ വാക്കിതാണ്. 11ാം വാക്യം ഉറക്കെ വായിക്കാം. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. മൂന്നായിട്ട് തന്നെ തിരിക്കാം. ഒന്ന്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ആ വിധി, ആ തിരുവായിൽ നിന്ന് പുറത്തേക്കൊന്ന് വീണ രംഗം എത്ര ഭയങ്കരമായിരുന്നു. കല്ലുകളുടെ കൂമ്പാരത്തിന്റെ അടിയിൽ ചോര ഒഴുകി കിടക്കേണ്ട ഒരു സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. അവളുടെ കണ്ണിലേക്ക് നോക്കി, സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു കോടതി ഉണ്ടെങ്കിൽ ആ കോടതിയുടെ ജഡ്ജിയാ പറയുന്നത്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. രാത്രി ഒരു കാര്യം ഓർക്കണം, ഞാനും നിങ്ങളും ആ കോടതിയിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. അവൻ മാപ്പ് തന്നാൽ ആ മാപ്പ് മാപ്പാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോടൊപ്പം വരണം. യേശു പറയുകയാണ്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നത്. എന്താ കർത്താവെ ശിക്ഷ വിധിക്കാത്ത എന്ന് നമ്മൾ ചോദിച്ചില്ല. പേടി കൊണ്ടാ ചോദിക്കാത്ത. മറ്റൊരു ചോദിച്ചില്ല, കാരണം മറ്റൊരവിടെ ഇല്ല, അവര് പോയി. ഇനി ആരാ ചോദിക്കുന്നത്? നമുക്ക് ചോദിക്കാം. കർത്താവേ, എന്താ ശിക്ഷ വിധിക്കാത്ത? പാപത്തിന് ശിക്ഷയില്ലേ? ഉണ്ട്. പിന്നെന്താ ശിക്ഷ വിധിക്കാത്ത? യേശു മിണ്ടുന്നില്ല. കർത്താവേ, എവള് പാപിയല്ലേ? ഇവര് നുണ പറഞ്ഞതാണോ? ഈ നാട്ടുകാര് നുണ പറഞ്ഞതാണോ? ഇവള് പാപിയല്ലേ? യേശു മിണ്ടുന്നില്ല. ഉടനെ നമ്മൾ അടുത്ത ചോദ്യം പതുക്കെ ചോദിക്കുക, കർത്താവേ, നീ ഇതിനൊക്കെ കൂട്ടാണോ?
എന്തെങ്കിലും ഒന്ന് പറ. എന്താ ശിക്ഷ വിധിക്കാത്ത? എന്താ തെറ്റിന് ശിക്ഷയില്ലേ? ന്യായപ്രമാണം ശിക്ഷിക്കണോന്ന് പറഞ്ഞവിടെ നീ ശിക്ഷിക്കാതെ ഇവിടെ നിന്ന് ക്ലോസ് ഒന്ന് പറ. ഇത്തരം വകുപ്പ് പ്രകാരം ഇന്ന ന്യായങ്ങളുടെ വെളിച്ചത്തിൽ വെറുതെ വിടുന്നു പറ. ചോദിക്കുന്ന രാത്രി കർത്താവിനോട് ചോദിക്കും. വെറുതെ പോകരുത്. യോഗം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മനസ്സ് തുറന്നേ, വേദഭാഗത്തിലേക്ക് വന്നേ, യോഹന്നാൻ 8 വന്നേ. നാട്ടുകാർ മൊത്തം പറയുന്നത് ഇവിടെ പാപിയാണെന്ന്, ന്യായപ്രമാണം പറയുന്നത് ഇവിടെ പാപിയാണെന്ന്. യേശു ശിക്ഷിക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ പ്ലീസ് ഒന്ന് പറ, എന്താ ഇവിടെ എറിയാത്തെ? അവരെല്ലാം പോയപ്പോൾ എറിയാൻ അർഹതയുള്ളവനായി ഇവൻ പറയാ ഞാൻ ശിക്ഷിക്കുന്നില്ല. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിട്ട് ചോദിച്ചേ, കർത്താവേ പ്ലീസ് എന്താ എറിയാത്ത ഒന്ന് പറയാവോ? പാപത്തിന് ശിക്ഷയില്ലേ? പാപം ഇങ്ങനെ ചെയ്തോളാനാണോ നീ പറയുന്നത്? മിണ്ടുന്നില്ല. അവള് പാപം ചെയ്തില്ലായിരിക്കും അല്ലേ? മിണ്ടുന്നില്ല. നീ ഈ പാപികൾക്കെല്ലാം കൂട്ടാണോ? മിണ്ടുന്നില്ല. അവിടെ കർത്താവ് ശാന്തമായിട്ട് പറയുന്നത് എന്നാന്ന് കേൾക്കണോ മക്കളെ? മുട്ടണം. യേശു ശാന്തമായിട്ട് പറയുന്നത് എന്നാണെന്നറിയോ? നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അവൾക്ക് ശിക്ഷ വിധിക്കാത്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനപ്പെട്ട സമയം വന്നിരിക്കുകയാണ്. ശ്രദ്ധ ഒട്ടും പതറരുത്. ഞാൻ എന്തുകൊണ്ടാണ് അവൾക്ക് ശിക്ഷ വിധിക്കാത്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ബൈബിളിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇനി വായിക്കേണ്ടത് 1:29 യോഹന്നാൻ. പിന്നെ വായിക്കേണ്ടത് യെശയ്യാ 53:5. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. 3 വചനങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. യോഹന്നാൻ 3:17 ഇങ്ങനെ പറയുന്നു: ദൈവപുത്രൻ ലോകത്തിൽ വന്നത് മനുഷ്യരെ വിധിപ്പാനല്ല, രക്ഷിപ്പാനത്രേ. ഞാൻ എന്തുകൊണ്ട് ഇവിടെ കല്ലെറിയുന്നില്ല? ഞാൻ എന്തുകൊണ്ട് ഇവൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല? ഉത്തരം: ഞാൻ വന്നത് എറിയാനല്ല, ഞാൻ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നത്. യേശുവേ, എന്തുകൊണ്ട് നീ ഇവിടെ ശിക്ഷിക്കുന്നില്ല? ഉത്തരം: ഞാൻ ശിക്ഷിക്കാൻ വന്നവനല്ല, ഞാൻ രക്ഷിക്കാൻ വന്നവനാണ്. ഉടനെ നമ്മൾ പറയണം, നമ്മൾ ചുമ്മാ കണ്ണുടച്ച് വിടരുത്. കർത്താവേ, അതൊന്ന് വിശദീകരിക്കാമോ? നീ എങ്ങനെയാ രക്ഷിക്കുന്നേ? ഇതാ 29-ാം വാക്യം പറയുന്നു: ലോകത്തിന്റെ പാപം ചുമക്കാനാണ് ഞാൻ വന്നത്. അവളുടെയും കൂടെ പാപം അല്ല. ഇന്ന് രാത്രിയിൽ ചെറുമക്കൾ കൺവെൻഷനിൽ ഇരിക്കുന്ന നിന്റെയും കൂടെ പാപം, നിന്റെയും കൂടെ പാപം, നിന്റെയും കൂടെ പാപം. നാളെയോ അടുത്ത മാസമോ കാസറ്റിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന താങ്കളുടെയും കൂടെ പാപം യേശു ചുമന്നതുകൊണ്ട് നിന്നെ ശിക്ഷിക്കാതെ വിടുകയാണ്. ഈ സുവിശേഷ യോഗത്തിൽ എനിക്ക് ലോകത്തോട് പറയുവാനൊരു ദൂതുണ്ട്. നിന്റെ പാപം അവൻ ഏറ്റെടുത്തു, നിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. നീ കൊള്ളേണ്ട അടി അവൻ കൊണ്ടു. നിനക്ക് പകരം അവൻ മുറിവേറ്റു. നിനക്ക് പകരം അവൻ അടി കൊണ്ടു. നിനക്ക് പകരം അവൻ കുരിശ് ചുമന്നു. നിനക്ക് പകരം അവൻ നിന്ദിതനായി. നിനക്ക് പകരം അവൻ നഗ്നനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ ശിക്ഷ വിധിക്കാത്തത്. ഇന്ന് രാത്രിയിൽ എഴുതിയിട്ടോ, പാപം ചുമക്കാൻ ഒരുത്തനെ വന്നുള്ളൂ, പാപിക്ക് പകരമായി മരിക്കുവാൻ ഒരുത്തനെ വന്നുള്ളൂ.
പാപം ഏറ്റെടുക്കാൻ ഒരുത്തനെ വന്നുള്ളൂ, അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നില്ല. അന്നുള്ളവർക്കും ഇന്നുള്ളവർക്കും ഒരു രക്ഷകനേ ഉള്ളൂ. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. ഈ യോഗം ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും കാണണം, കണ്ണു തുറന്ന് കാണണം, കാൽവറിയെ കാണണം, നിന്റെ പാപം ചുമന്ന യേശുവിനെ കാണണം. നഗ്നനായി എരിപൊരി കൊള്ളുന്ന വൈരത്ത് ഇരുമ്പാണികൾക്ക് കൈകാലുകൾ ഏൽപ്പിച്ചു കൊടുത്ത രക്ഷകനെ കാണുക. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികൾ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൽ തകർന്നവനായി. ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൽ തകർന്നവനായി. വേദനയാൽ ഏറ്റം വലഞ്ഞവനാ താൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. വേദനയാൽ ഏറ്റം വലഞ്ഞവനാ താൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. 17 വർഷം സുവിശേഷ പ്രസംഗം നടന്ന ഒരു ഗ്രൗണ്ടിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ പാപം ചുമന്ന രക്ഷകനെ നീ തിരിച്ചറിഞ്ഞോ സുഹൃത്തെ? നീ അത് മനസ്സിലാക്കിയോ സഹോദരി? ഇന്ന് നിന്റെ പാപം അവന്റെ മേലിട്ടിട്ട് പോകണം. ഇന്ന് നീ ആ രക്ഷകനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. എന്റെ പാപം ചുമന്നവനെ, എനിക്ക് വേണ്ടി മരിച്ചവനെ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശിക്ഷയേറ്റവനെ, അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുമെന്ന് ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ആര് സമർപ്പിക്കും? ലക്ഷക്കണക്കിന് ആളുകൾ ലോകം മുഴുവനും രക്ഷകനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പാപവഴികളെ വിട്ട് ഈ രക്ഷിതാവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ? ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ? നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മെഴുകുതിരി പോലും കത്തിക്കണ്ട, ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊടുക്കണ്ട, ഒരു കാളയെ കൊടുക്കണ്ട, ഒരു പൈസ പോലും ഇടണ്ട, ഒരൊറ്റ പുണ്യസ്ഥലവും സന്ദർശിക്കണ്ട. നിന്റെ പാപം ചുമക്കുന്ന ദൈവപുത്രനെ കാണുക. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇവനെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകളായി ഈ സത്യം ഞങ്ങൾ പ്രസംഗിക്കുന്നു. ജയിലിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് പോലും ഈ സന്ദേശം വിടുതൽ നൽകുന്നു. ഒരു കോടതിയും മാപ്പ് കൊടുക്കാത്തവർക്ക് ഈ സുവിശേഷം മാപ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യോഗത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞൊരു സഹോദരന്റെ പേര് ചന്ദ്രൻ. അവനെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നത് ബോർഡ് ക്രിമിനൽ എന്നാണ്. അടുത്ത വാചകം നൗ ഹീസ് ആൻ ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. 350 കേസിൽ പ്രതിയാണ്. ജാമ്യം പോലും കൊടുക്കരുത്, പരോള് കൊടുക്കരുത് എന്ന് എഴുതി വിട്ടിരുന്നവനാണ്.
അവൻ ജയിലിൽ വെച്ച് സുവിശേഷം കേട്ടു. സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തൊരു അഭിമാനമാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് ഞങ്ങൾ കവലകളിൽ പ്രസംഗിക്കുന്ന ദൂതാണ്. ഇത് ഞങ്ങൾ ആശുപത്രിയിൽ പോയി പറയുന്ന സന്ദേശമാണ്. എവിടെ കിട്ടിയാലും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, പാപമോചനം നൽകുന്ന യേശു. നിങ്ങൾക്കറിയാമോ, ചന്ദ്രൻ പാപബോധമുണ്ടായി. പാപബോധമുണ്ടായ ഉടനെ ജയിൽ സൂപ്രണ്ടിനെ ചെന്ന് കണ്ടു. എനിക്ക് ജഡ്ജിക്ക് ഒരു കത്തയക്കണം. അയാൾ ചോദിച്ചു, എന്തിനാണ്? ഞാൻ പല കാര്യം ചെയ്തില്ലെന്നാ കോടതി പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് 40 കൊല്ലം ശിക്ഷ ഇപ്പൊ കിട്ടിയിരിക്കുന്നു. ഇത്ര എന്താണ് പറഞ്ഞിട്ട്. അപ്പൊ നേര് പറഞ്ഞാൽ എത്ര കിട്ടും? 40 കൊല്ലം കിടക്കണം. അപ്പൊ അവൻ ചെന്ന് ഞാൻ കുറച്ച് തെറ്റൂടെ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതെല്ലാം പറയണം. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, തനിക്ക് എന്താ കുഴപ്പം പറ്റി തലയ്ക്ക്? എടോ, ഉള്ളെന്നോണം താനും വക്കീലും കൂടെ പറഞ്ഞ് 40 ആക്കി. ഇനി ചെന്ന് പറഞ്ഞ് 80 ആക്കി. എവിടെ കിടന്ന് കരയണം? ഞാൻ വേണ്ട ഇത് കാണാൻ. അതുകൊണ്ട് പോകണ്ട. അവൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കത്തയക്കാൻ പോവാണ്. അയാൾ കത്തയച്ചു. ഈ കത്ത് അവിടെ ചെന്നു. അതാ മേശപ്പുറത്ത് ഇരുന്നു. അവിടുന്ന് ഒരു എൻക്വയറി നടത്തി, ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന്. ജയിലിൽ നിന്നൊരു റിപ്പോർട്ട് ചെന്നു. ഇപ്പോൾ ഈ ജയിലിലുള്ളതിൽ ഏറ്റവും നല്ല സ്വഭാവമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടന്ന സംഭവം പറയാം. 4 കൊല്ലം കൊണ്ട്, അത്രയോ 4-5 എത്രയോ കൊല്ലം കൊണ്ട് ചന്ദ്രൻ പുറത്തു വന്നു. വേണമെങ്കിൽ വിളിച്ചാൽ വന്ന് സാക്ഷ്യം പറയും. സോ ബോൺ ക്രിമിനൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇത് സത്യമാണോ? ഇത് സത്യമാണ്. മൈക്ക് സാങ്ഷൻ മേടിക്കാൻ ഒരു ആവശ്യത്തിന് പുള്ളിയെ വിട്ടു. അപ്പൊ ഇപ്പം ഈ സാധാരണക്കാർക്ക് തരാൻ വേണ്ടല്ലോ, DSPയുടെ അടുക്ക പോണമല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെ ഇച്ചിരി സീനിയറായ ഒരു ഓഫീസറായിരിക്കുന്നേ. സാറിന് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. നിന്നെ എനിക്ക് മനസ്സിലായല്ലോ സാറേ, ഞാനാ പഴയ ചന്ദ്രനാ. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ചുമ വന്നു. പുള്ളി പറയാം, നിന്റെ ഇടിച്ചിടിച്ച് എനിക്ക് ചുമ പിടിച്ചു. നിനക്ക് ഒരു അസുഖമില്ലല്ലോ, നിനക്ക് മൈക്ക് സാങ്ഷൻ വേണ്ട, പൊക്കോളം പറ, നീ പോയി പ്രസംഗിച്ചോളാൻ പറ. ഞങ്ങള് മൈക്ക് സാങ്ഷനൊക്കെ ഇങ്ങനെയുള്ളവരെ വിടുന്നു. ഇത് സത്യമാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധമാവനെ നൽകുന്നു. 17 കൊല്ലം ചെറുവക്കലിൽ പ്രസംഗിച്ച ദൂത് മാറ്റി പറയാനല്ല ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത്. 17 കൊല്ലമല്ല, 18 കൊല്ലമല്ല, തലമുറയായി പ്രസംഗിച്ചു വരുന്ന ഒരു ദൂതേ ഉള്ളൂ. പാപം പരിഹരിപ്പാൻ യേശു മാത്രം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. ഇന്ന് രാത്രിയിലും പാപം മോചിക്കുന്ന നാമം, ഇന്ന് രാത്രിയിലും രോഗം സൗഖ്യമാക്കുന്ന നാമം, ഇന്ന് രാത്രിയിലും ഭൂതങ്ങൾ വിറയ്ക്കുന്ന നാമം, അശുദ്ധാത്മാക്കൾ പുറത്തു ചാടുന്ന നാമം, സ്വാതന്ത്ര്യം കൊണ്ടുവരുന്ന നാമം, വിടുതൽ കൊണ്ടുവരുന്ന നാമം, സൗഖ്യം തരുന്ന നാമം. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം. ഇന്ന് രാത്രി സകല നാമത്തിനും മേലായ നാമം ഈ കൺവെൻഷനിൽ ഇന്ന് രാത്രി ആളി കത്തുന്ന തീയായി ഈ നാമത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെട്ടു വരുന്നു. കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചു. Hallelujah. 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 വചനം അതിന്റെ ഓർഡറിൽ തന്നെ നമുക്ക് ധ്യാനിക്കാം. ഇതിന്റെ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് കല്ലെറിഞ്ഞില്ല? എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? അത് കണ്ണടച്ചു വിട്ടതല്ല, പോട്ടെന്ന് വെച്ചതല്ല, പാവല്ലേ എന്നോർത്ത് കണ്ണടച്ചതല്ല. അവളുടെ ശിക്ഷ ഇവനേക്കാൻ പോകുന്നത് കൊണ്ടാണ് അവളെ വെറുതെ വിട്ടത്. അവളോട് അവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, കുഞ്ഞേ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല, നിന്റെ ശിക്ഷ ഈ ശരീരത്തിൽ ഞാൻ ഏൽക്കാൻ പോവുകയാണ്. നീ കൊള്ളേണ്ട അടി ഞാൻ കൊള്ളാൻ പോകുന്നു, നീ ഏൽക്കേണ്ട നിന്ന ഞാൻ ഏൽക്കാൻ പോകുന്നു. ഇന്ന് രാത്രി നിനക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നിനക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? നിനക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ?
പാടുകയായിരുന്നു. Praise the Lord. വിശ്വാസത്താൽ ഞാൻ കാണുന്നു എന്റെ മുമ്പിൽ ചെങ്കടൽ മാറിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു പുതിയ പാട്ട് ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് എഴുതി പഠിച്ചു. ഞാനത് ചർച്ചിലൊക്കെ പഠിപ്പിച്ചു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആരും സിമ്പിളോ ഒന്നുമില്ല. നിസാരാണെങ്കിൽ സംഗതി ഉണ്ടോ ഇതിനകത്ത്. ഈ കൈ കൊട്ടി പാടാനും കാരണമുണ്ട്. എന്നാ കാരണം? തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല, വെളിയിൽ നിന്ന് ആരും കാശ് തന്നിട്ടല്ല, യേശു ജീവിക്കുന്നു. മതിയാവോ പാട്ട്? ആ മതിയാ. സോദര 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 സോദര, കൈകൊട്ടുന്നതിന്റെ പിന്നിൽ കാരണമുണ്ട്, ചാടുന്നതിന്റെ മുമ്പിൽ കാരണമുണ്ട്, ഒച്ച വയ്ക്കുന്നതിന് പിന്നിൽ കാരണമുണ്ട്, പാട്ട് പാടുന്നതിന് പിന്നിൽ കാരണമുണ്ട്. ഉലക മഹാന്മാർ കല്ലറയിൽ ഉറങ്ങുമ്പോൾ യേശു ജീവിക്കുന്നു. എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത കുരിശിൽ മരിച്ച യേശു ഇന്ന് രാത്രി ജീവിക്കുന്നു. എന്തിന്? എന്നെ വിശുദ്ധ ജീവിതത്തിൽ നടത്തുവാൻ, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ അവൻ സദാ ജീവിക്കുന്നത് കൊണ്ട് എനിക്കിന്ന് വിശുദ്ധ ജീവിതമുണ്ട്. ഇന്ന് രാത്രിയിൽ പാപമോചനം എന്ന സൗഭാഗ്യം പ്രാപിക്കാത്തവർ വിശ്വസിച്ചത് സ്വീകരിക്കണം. എങ്ങനെയാ പാപമോചനം കിട്ടുന്നത്? പാപമോചനം കിട്ടുന്നത് ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി എന്ന സത്യം നിങ്ങൾ അറിയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 1. രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, അത് നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. തീർന്നില്ല. അതൊക്കെ ശരിയാണെങ്കിലും അതങ്ങ് സ്വീകരിക്കണം, ഉള്ളിലേക്ക് എടുക്കണം. ഇന്ന് രാത്രി ഞാൻ യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്റെ പാപത്തിന് വേണ്ടി മരിച്ച യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഈ തീരുമാനം ഈ സന്ദേശത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒടുവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എങ്കിലും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതുകൊണ്ട് ഞാൻ വേഗം പോവുക. യേശു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, പോകുക എന്ന് പറഞ്ഞാൽ അവളെ സ്വതന്ത്രയാക്കി വിട്ടയക്കുകയാണ്. എവിടേക്ക് പോകണം? സ്വന്തം വീട്ടിലേക്ക് പോകണം, സ്വന്തം നാട്ടിലേക്ക് പോകണം, ദേശം മുഴുവൻ പോകണം. എന്തിനു പോകണം? പാപമോചനം തന്ന യേശുവിനെ കുറിച്ച് പറയാൻ പോകണം, സാക്ഷി പറയാൻ പോകണം, എല്ലായിടത്തും പോകണം. ആദ്യം യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം. പാപമോചനം പ്രാപിച്ചവർ കൂട്ടം കൂടിയിരുന്ന് പാട്ടുപാടിയാ പോരാ, പോകണം, സാക്ഷ്യം പറയണം, പോകണം, സാക്ഷ്യം പറയണം, പോകണം, സാക്ഷ്യം പറയണം, ലോകം മുഴുവൻ പറയണം യേശു ജീവിക്കുന്നു എന്ന് പറയണം. മൂന്നാമത്തെ കാര്യം, 11-ാമത്തെ വാക്യത്തിലെ മൂന്നാമത്തെ കാര്യം, എന്താ മൂന്നാമത്തെ കാര്യം? ഇത്രയും നേരം പറഞ്ഞത് സുവിശേഷമാണ്, പബ്ലിക്കിനുള്ള ദൂത. ഇത്രയും വിശ്വാസികളെ വന്നവരെ നിരാശപ്പെടുത്താൻ വേണമല്ലോ. അതുകൊണ്ട് അവരോടൊരു ദൂത് പറയണ്ടേ? അതാ ഒടുവിലത്ത് എന്നാന്നൊക്കെ പറഞ്ഞാട്ടെ. ഇനി പാപം ചെയ്ത് ഇതാ വിശ്വാസികളോട് ദൂത്. അയ്യോ, ഇത്രയും ദൈവമക്കൾ വന്നപ്പോ എന്തേലും ഒന്ന് പറയണ്ടേ? കേട്ടോണം, ഇനി പാപം ചെയ്യും. ഒരല്ലേ ഉറക്കെ പറഞ്ഞ അത് തന്നെ സംശയമുണ്ടോ അതിനോടുള്ള ബന്ധത്തിൽ? എനിക്ക് സംശയം ഉണ്ടായി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അത് സാധ്യമാണോ? ഒരു പാപം ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? പാപലോകത്തിൽ വിശുദ്ധ ജീവിതം സാധ്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കാത്ത തന്നെ. ഓ, അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട, പാപമൊക്കെ ചെയ്യാ, പിന്നെ ഏറ്റു പറയുക, അങ്ങനെ അങ്ങ് പോവുക. കർത്താവ് ക്ഷമിക്കുമല്ലോ. രക്തത്താൽ കഴുകണമെന്ന് പറയുക. അപ്പൊ കർത്താവ് ഇങ്ങനെ കഴുകാൻ നിൽക്കുക, നീ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുക. ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കാം, കർത്താവേ, ഈ പാപലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നടക്കുമോ? ഇതാ വിശ്വാസികളോട് ഇപ്പൊ മാത്രമേ ഞാൻ പ്രസംഗിച്ചുള്ളൂ. ഇനിയുള്ള വെറും 5 മിനിറ്റ് വിശ്വാസികളോട്. ഉത്തരം, സാധിക്കാത്തൊരു കാര്യം യേശു പറയില്ല. ഒരു 8 ന്യായം ഇതിന് പറയാൻ എനിക്കുണ്ട്. 2 പറയാം. അത് ഇവിടുന്ന് പറയാം, ബാക്കിയൊക്കെ മറ്റു ഭാഗത്തിൽ നിന്ന് വേണം എടുക്കാൻ. വിശുദ്ധ ജീവിതത്തെ കുറിച്ച് മറ്റു വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. യോഹന്നാൻ 8 മാത്രം ഈ സന്ദേശം അവസാനിപ്പിക്കാം. 2 കാരണം. ഒന്ന്, യേശു
അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നടക്കും. 2, അവൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിശദീകരിക്കാം. ഈ സഹോദരിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ പുള്ളിക്കാരത്തോട് ഇനി പാപം ചെയ്യുന്ന പറഞ്ഞ പുള്ളിക്കാരത്തി, കർത്താവേ എന്റെ ജീവിത രീതിയൊക്കെ അങ്ങേക്കറിയാം, പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ എങ്ങനെയാ നടപ്പി വരുത്തുന്നത്? 6 മാസം കഴിഞ്ഞ് ഞാൻ ക്രമേണ കുറച്ച് കൊണ്ടുവരണം. കള്ളു കുടിക്കുന്ന ആൾ പറയുക, വീടി വലിക്കുന്ന ആളൊക്കെ പറയുന്നതിന് സങ്കല്പിച്ചേ, കർത്താവേ ഞാനിപ്പോ ഒരു പക്ക് കൊണ്ടൊക്കെ നിർത്താം. 8 വയസ്സുള്ള അല്ല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു നേരം എടുത്തിട്ടപ്പോ വേറ അത് കണ്ടപ്പോ അപ്പനും അമ്മയ്ക്കും അതിനേക്കാൾ തറാം. കാരണം ഒരെണ്ണല്ലേ ഉള്ളൂ. നേരത്തെ അങ്ങനെ വിറ വരികയില്ല. കാരണം 8 10 പിള്ളേരുണ്ട്, അവിടെ കിടന്ന് വിറക്കേണ്ടത്. പെട്ടെന്ന് ഫോൺ എടുത്തു, ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഓടി വന്നു, മൊത്തം പരിശോധിച്ച് പറഞ്ഞില്ല, ഒരു 1/2 പക്ക് കൊടുത്താൽ മതി. വായിച്ചില്ലേ? പത്രത്തിൽ വന്ന കാര്യമില്ല, ചോദിച്ചാൽ വായിച്ചില്ല. ഇവിടെ ഇതിപ്പോ വന്നോണ്ടിരിക്കുക പരമ്പരയായിട്ട്. കൊച്ചു പിള്ളേര് കുടിക്കുകയാണ്. രാവിലെ സാധനം ചെന്നില്ലേ വിറക്കുകയാണ്. അപ്പൻ ഇത് വരുമെന്നോർത്തല്ല ഇച്ചിരിച്ച കുടിച്ചത്. പറഞ്ഞത് തിരിഞ്ഞായിരുന്നോ? ഇങ്ങനെ വരുമെന്നോർത്തല്ല പുള്ളി ഇച്ചിരിച്ച കുടിച്ചു തുടങ്ങിയത്. നീ തുടങ്ങിയതിന്റെ 3 അരട്ടിയാ പിള്ളേര്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീ വിതയ്ക്കുന്നത് കൊയ്യും. ഇത് ഞാനൊരു സുവിശേഷകൻ ദൈവത്തിന്റെ അധികാരത്തിൽ പറയുന്നു. നീ വിതയ്ക്കുന്നത് നീയോ നിന്റെ മക്കളോ കൊയ്യും. നീതി വിതയ്ക്ക്, സത്യം വിതയ്ക്ക്, പരമാർത്ഥത വിതയ്ക്ക്, വിശുദ്ധി വിതയ്ക്ക്, വചനം വിതയ്ക്ക്. നിന്റെ തലമുറ അത് കൊയ്യട്ടെ. Glory to God. Hallelujah. അപ്പൊ ഈ പാപിനിയായ സ്ത്രീയോട് പറയാ, ഇനി പാപം ചെയ്യരുത് കർത്താവെ, പെട്ടെന്ന് അങ്ങനെ പറയല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ അവള് പറഞ്ഞില്ല. അതെന്നാ എനിക്ക് മനസ്സിലായത് നിങ്ങളോട് പറഞ്ഞു. യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അവളുടെ അകത്തൊരു ഷോക്ക് ഉണ്ടായി. അവൾ അപ്പൊ തന്നെ പുതു സൃഷ്ടിയായി മാറി. അവൾക്ക് മനസ്സിലായി, എനിക്ക് ഇനി പാപത്തിന്മേൽ ജയമുണ്ട്. ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്നുകൊണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് പാപത്തിന്മേൽ ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ശാപത്തിന്മേൽ ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് രോഗത്തിന്മേൽ ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിശുദ്ധ ജീവിതം ഉണ്ട്. അവൾ ഒന്നും മിണ്ടാഞ്ഞതിന് ഞാൻ 3 കാരണം കണ്ടെത്തി. 1, ആ പെട്ടെന്നുണ്ടായ ആ ധൈര്യം, കർത്താവിന്റെ വാക്കിലെ ധൈര്യം. 2ാമത്തെ കാര്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൾ പുതിയ സൃഷ്ടിയായി, അവളുടെ പാപമോചനത്താൽ അവൾ പുതു സൃഷ്ടിയായി മാറുന്നു. 3ാമത്തെ കാര്യം, അവൾക്ക് ഈ ഭൂമിയിൽ ഇനി ആരോട് കടപ്പാടില്ല. കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നിട്ട് സഹായിക്കാൻ അമ്മാച്ചൻ വന്നില്ല, അമ്മായിയപ്പൻ വന്നില്ല, ആരും വന്നില്ല. അപ്പൊ ഇനി ഭൂമിയിൽ ആരോടും കടപ്പാടില്ലല്ലോ. ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട്, ഇനി അനുസരിക്കുന്നെങ്കിൽ കർത്താവിനെ മാത്രം, സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിനെ മാത്രം. ഹല്ലേലൂയ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവരായിട്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു. നിന്നെ സ്നേഹിച്ചത് ഒരുത്തൻ മാത്രം, നിനക്ക് വേണ്ടി മരിച്ചത് ഒരുത്തൻ മാത്രം, എല്ലാവരും കൈവിട്ടപ്പോൾ കരുണ കാണിച്ചത് ഒരുത്തൻ മാത്രം, നിന്നെ ആദരിച്ചത് അവൻ മാത്രം, നിന്നെ ഉയർത്തിയത് അവൻ മാത്രം, നിന്നെ കൈവിടാതെ കാത്തത് അവൻ മാത്രം. ഇന്ന് രാത്രി പറ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൾക്ക് വിശുദ്ധ ജീവിതം സാധ്യമാണ്. യേശു അങ്ങനെ പറഞ്ഞതിനാൽ അത് സാധ്യമാണ്. അവൾ അത് ഏറ്റെടുത്തതിനാൽ അത് സാധ്യമാണ്. യേശു അങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കടലിന്റെ മുകളിലൂടെ യേശു നടന്നു ചെന്നപ്പോ പത്രോസ് പറഞ്ഞു, എനിക്കൊന്ന് നടക്കണം. യേശു പറഞ്ഞു നടന്നു. അവൻ നടന്നു. നടന്നോ? നടന്നു. അപ്പൊ നിങ്ങൾ പറയും മുങ്ങിയില്ലെന്ന്. പക്ഷേ മുങ്ങിയില്ല കേട്ടോ. താഴ്ന്ന പോലെ തോന്നി.
യേശുവിടെ നിൽപ്പില്ലേ? കർത്താവ് അവനെ പെട്ടെന്ന് കൈതിരി പിടിച്ചില്ല. ഇതാ വിശുദ്ധ ജീവിതം. ഇത് തന്നെ വിശുദ്ധ ജീവിതം. ആരംഭത്തിൽ മുങ്ങുന്നത് പോലെ തോന്നും, ഇതല്പം ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണെന്ന് തോന്നും. പക്ഷെ നീ യേശുവിന്റെ നാമത്തിലാണ് കാലുവെച്ചതെങ്കിൽ നീ വെള്ളം കുടിക്കാൻ അവൻ അനുവദിക്കുകയില്ല, നീ മുങ്ങിപ്പോകുവാൻ അവൻ അനുവദിക്കുകയില്ല, നീ ലജ്ജിതനാകാൻ അവൻ അനുവദിക്കുകയില്ല, നീ നിന്ദിതനാകാൻ അവൻ അനുവദിക്കുകയില്ല, നീ പരാജയപ്പെടാൻ അവൻ അനുവദിക്കുകയില്ല. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കൂ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കൂ. ഈ കൺവെൻഷൻ പന്തലിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറുന്നു. ഒന്നോ രണ്ടോ പേര് മാത്രമല്ല, അവിടെ ഇവിടെ ഒന്ന് രണ്ട് പേരല്ല, ഈ പന്തൽ മുഴുവനും ദൈവത്തിന്റെ അഗ്നി ഇന്ന് രാത്രി ഇറങ്ങും. നിശ്ചയം ഇറങ്ങും, നിശ്ചയം ഇറങ്ങും, നിശ്ചയം. നിനക്ക് പറ്റാത്ത ഒരു കാര്യം എന്റെ യേശു പറയില്ല. അവന്റെ വാക്ക് കേട്ട് നീ വെള്ളത്തിലിറങ്ങിയാൽ നീ മുങ്ങിപ്പോകാൻ അനുവദിക്കയില്ല. ഞാൻ പ്രവചിച്ചു പറയുന്നു, അവന്റെ വാക്ക് കേട്ട് നീ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയാൽ നീ മുങ്ങിപ്പോകയില്ല. അവന്റെ വാക്ക് കേട്ട് നീ ഒരു പ്രവർത്തനം തുടങ്ങിയാൽ നീ മുങ്ങിപ്പോകയില്ല. അവന്റെ വാക്ക് കേട്ട് നീ ഒരു പ്രോജക്ട് തുടങ്ങിയാൽ നീ മുങ്ങിപ്പോകയില്ല. അവന്റെ വാക്ക് കേട്ട് നീ പണം എറിഞ്ഞാൽ നീ മുങ്ങിപ്പോകയില്ല. നിന്റെ തലമുറ വെള്ളം കുടിക്കയില്ല, നീ നശിക്കയില്ല. യേശുവിന്റെ വാക്ക് കേട്ട് നീ ഒരു കല്യാണത്തിന് വാക്ക് കൊടുത്തെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. യേശുവിന്റെ വാക്ക് കേട്ട് നീ ജോലി റിസൈൻ ചെയ്തെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. യേശുവിന്റെ വാക്ക് കേട്ട് നീ ബൈബിൾ സ്കൂളിൽ വന്നെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. യേശുവിന്റെ വാക്ക് കേട്ട് നീ വേലയ്ക്ക് ഇറങ്ങിയെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല, നീ മുങ്ങിപ്പോകയില്ല. യേശുവിന്റെ വാക്ക് കേട്ട് നീ വടക്കേ ഇന്ത്യക്ക് പോയെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. യേശുവിന്റെ വാക്ക് കേട്ട് നീ ബീഹാറിൽ പോയെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. ഒറീസയിൽ പോയെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. യുപിയിൽ പോയെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. കാശ്മീരിൽ പോയെങ്കിൽ നീ മുങ്ങിപ്പോകയില്ല. ആരാധിക്കാം, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. വചനത്തോടുകൂടി ദൈവത്തിന്റെ ആത്മാവ് ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. വചനത്തോടുകൂടി ദൈവത്തിന്റെ തീ ഇവിടെ കത്തട്ടെ. വിശുദ്ധ ജീവിതം സാധ്യമാണ്, വിശുദ്ധ ജീവിതം സാധ്യമാണ്. പിന്മാറ്റക്കാരൻ മടങ്ങി വരട്ടെ, ഉഴപ്പുന്ന വിശ്വാസി മടങ്ങി വരട്ടെ, പാപം ചെയ്യുന്നവൻ മടങ്ങി വരട്ടെ. Glory to God, glory to God. ഇത് സ്വാതന്ത്ര്യമുള്ള ഒരു പങ്കലാണ്, ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ്. വീട്ടിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടുകയില്ല, നിങ്ങളുടെ ലോക്കൽ ചർച്ചിലും ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടുകയില്ല. ആരാധിക്കുന്നവരെ കളിയാക്കുന്നവര് നമ്മുടെ ഇടയിൽ തന്നെ വർദ്ധിച്ചു വരിക. ആരാധിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്നവർ നമ്മുടെ ഇടയിലും വർദ്ധിച്ചു വരുമ്പോൾ ആരാധിക്കുന്നവരെ എൻകറേജ് ചെയ്യുന്ന ഒരു നേതൃത്വത്തിലാണ് ഈ യോഗം
ആരാധിപ്പാൻ നമുക്കു കാരണമുണ്ട്.